ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ജനുവരി 16 മുതൽ കോവിഡ് വാക്സിൻ വിതരണം ആരംഭിക്കും. വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി തിങ്കളാഴ്ച ചർച്ച നടത്തും. ഇന്ത്യയുടെ അഭിമാനവും സംസ്കാരവും ഉയർത്തിപ്പിടിക്കാൻ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തണമെന്ന് യുവാക്കളോട് പ്രധാനമന്ത്രി. കേരളത്തിൽ ഇന്ന് 5528 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 5424 പേർക്ക് രോഗമുക്തി. രോഗസ്ഥിരീകരണ നിരക്ക് 9.03%. കേരളത്തിൽ 133 കേന്ദ്രങ്ങളിൽ വാക്സിൻ വിതരണം. ആദ്യം ആരോഗ്യ പ്രവർത്തകർക്ക്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പശ്ചിമബംഗാളിൽ ബിജെപി സർക്കാർ രൂപീകരിക്കുമെന്ന് ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ. സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയയ്ക്ക് 1-ാം ഇന്നിംഗ്സ് ലീഡ്. വാർത്തകൾ വിശദമായി. രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണം ഈ മാസം 16 മുതൽ ആരംഭിക്കും. കോവിഡ് സാഹചര്യവും വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകളും വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വിശദവിവരങ്ങളുമായി ജോസ്ന. രാജ്യത്ത് ലോഹ്രി, മകരസംക്രാന്തി, പൊങ്കൽ, ബിഹു ഉത്സവങ്ങൾ ആരംഭിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മാസം 16 മുതൽ വാക്സിൻ വിതരണം ആരംഭിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകരും കോവിഡ് മുന്നണി പോരാളികളും ഉൾപ്പെടുന്ന 3 കോടി ആളുകൾക്കാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുക. തുടർന്ന് 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും 50 വയസ്സിന് താഴെ പ്രായമുള്ള അസുഖബാധിതരും ഉൾപ്പെടുന്ന 27 കോടിയോളം ആളുകൾക്കും വാക്സിൻ നൽകുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിക്കുന്ന കോവിഷീൽഡ്, ഭാരത് ബയോടെക്കിന്റെ കോവാക്സിൻ എന്നീ വാക്സിനുകൾക്കാണ് രാജ്യത്ത് അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകിയിട്ടുള്ളത്. വാക്സിനേഷൻ നടപ്പാക്കുന്നതിന് മുന്നോടിയായി രാജ്യത്തുടനീളം നടത്തിയ ഡ്രൈ റണ്ണുകളുടെ 3 ഘട്ടങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രിയോട് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. രാജ്യമൊട്ടാകെ 615 ജില്ലകളിലാണ് ഇന്നലെ 3ാമത്തെ ഡ്രൈ റൺ നടന്നത്. ക്യാബിനറ്റ് സെക്രട്ടറി, പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, ആരോഗ്യ സെക്രട്ടറി തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തദ്ദേശീയമായി നിർമ്മിച്ച കോവിഡ് പ്രതിരോധ വാക്സിനുകളിലൂടെ മനുഷ്യരാശിയെ സംരക്ഷിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മരുന്ന് നിർമ്മാണ മേഖലയിൽ രാജ്യം കഴിവ് തെളിയിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. കോവിഡിനെതിരായ പോരാട്ടത്തിൽ കുറഞ്ഞ മരണനിരക്ക് നിലനിർത്താനും ഉയർന്ന രോഗമുക്തി നിരക്ക് നേടാനും ഇന്ത്യയ്ക്കായി. രാജ്യത്തെ ദരിദ്രരെ ശാക്തീകരിക്കുന്നതിനായി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചാരണം ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുകയാണ്. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഒരു വികസ്വര രാജ്യത്തിന് നേതൃത്വം നൽകാനാകുമെന്ന് ഇന്ത്യ തെളിയിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോവിഡ് വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്തും. വീഡിയോ കോൺഫറൻസ് വഴി വൈകിട്ട് 4 മണിക്കാണ് കൂടിക്കാഴ്ച. കേരളത്തിൽ 133 കേന്ദ്രങ്ങളിൽ വാക്സിൻ വിതരണം നടക്കും. എല്ലാ ജില്ലകളിലും വാക്സിൻ വിതരണ കേന്ദ്രങ്ങളുണ്ട്. ഒരു കേന്ദ്രത്തിൽ ഒരു ദിവസം 100 പേർക്ക് വാക്സിൻ നൽകും. ആരോഗ്യ പ്രവർത്തകർക്കാണ് ആദ്യം വാക്സിൻ നൽകുക. സംസ്ഥാനത്ത് 3.5 ലക്ഷത്തിലധികം ആരോഗ്യ പ്രവർത്തകർ ഇതിനോടകം തന്നെ വാക്സിനേഷന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കോവിഡ് വാക്സിനുകൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിമാന കമ്പനികൾക്കുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ് പുറത്തിറക്കി. അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകാൻ അനുമതിയുള്ള എല്ലാ വിമാന കമ്പനികൾക്കും കോവിഡ് വാക്സിൻ കൊണ്ടുപോകാം. എന്നാൽ ഡ്രൈ ഐസിൽ ആവരണം ചെയ്യുന്നതുൾപ്പെടെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം. ഈ അനുമതി ലഭിക്കാത്തതും യാത്രക്കാരെ കൊണ്ടുപോകുന്നതുമായ വിമാനങ്ങളിലും വാക്സിൻ കൊണ്ടുപോകാവുന്നതാണ്. ഇതിനായി അവർ പ്രത്യേക അനുമതി നേടണമെന്നും DGCA സർക്കുലറിൽ വ്യക്തമാക്കുന്നു. കേരളത്തിൽ ഇന്ന് 5528 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ ശൈലജ അറിയിച്ചു. UK-യിൽ നിന്നും വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 61,239 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 9.03 ആണ് രോഗസ്ഥിരീകരണ നിരക്ക്. 22 മരണവും കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 3279 ആയി. രാജ്യത്ത് കോവിഡ് പരിശോധനകൾ 18 കോടി കടന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 9,16,000 സാമ്പിളുകളാണ് പരിശോധിച്ചത്. അതിനിടെ രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.41%. 19,000-ലധികം രോഗികൾ കൂടി സുഖം പ്രാപിച്ചതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 1,56,000 കടന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 2.15% പേർ മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 8,94,69,000 കടന്നു. 19 ലക്ഷത്തോളം പേരാണ് രോഗബാധയെ തുടർന്ന് മരിച്ചത്. 2,34,00,000 ആളുകളാണ് ലോകത്താകമാനം ചികിത്സയിൽ കഴിയുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക.
പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. ഇന്ത്യയുടെ അഭിമാനവും സംസ്കാരവും നിലനിർത്താൻ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തണമെന്ന് യുവാക്കളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. 16ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിശദവിവരങ്ങളുമായി പ്രവീണ. ഇന്റർനെറ്റ് ലോകത്തിന്റെ എല്ലാ കോണുകളിലുമുള്ളവരെ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും പരസ്പര സ്നേഹം കൊണ്ട് ഇന്ത്യക്കാരുടെ ഹൃദയങ്ങൾ തമ്മിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ച പ്രവാസി ഇന്ത്യക്കാർ തങ്ങളുടേതായി വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. പ്രവാസികൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിന്റെ ഹൃദയസ്പർശിയായ കഥകൾ കേൾക്കുന്നതിൽ അതിയായ അഭിമാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അഴിമതി തുടച്ചു നീക്കാൻ ഇന്ത്യ ഇന്ന് സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഗുണഭോക്തൃ വിഹിതം നേരിട്ട് ജനങ്ങളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തുകയാണെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയും സുരിനാമും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുന്നതിന്റെ ഭാഗമായി വ്യാപാര രംഗത്തെ സഹകരണം കൂടുതൽ വർദ്ധിപ്പിക്കുമെന്ന് സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായിരുന്ന സുരിനാം പ്രസിഡന്റ് ചന്ദ്രിക പ്രസാദ് സന്തോഷി പറഞ്ഞു. ആത്മനിർഭർ ഭാരത് ഉദ്യമത്തിന്റെ ഭാഗമായി വിദേശ രാജ്യങ്ങൾക്ക് തദ്ദേശ ഉൽപ്പന്നങ്ങൾ നൽകുക വഴി വലിയ സംഭാവന നൽകാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞതായി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രവാസി ഭാരതീയ ദിനത്തോടനുബന്ധിച്ച് 4 മലയാളികൾക്ക് പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരം. പ്രിയങ്ക രാധാകൃഷ്ണൻ, സിദ്ദിഖ് അഹമ്മദ്, ഡോക്ടർ മോഹൻ തോമസ്, ബാബുരാജൻ കല്ലുപറമ്പിൽ ഗോപാലൻ എന്നിവർക്കാണ് പുരസ്കാരം ലഭിച്ചത്. ന്യൂസിലൻഡിലെ ലേബർ പാർട്ടിയുടെ എംപിയും മന്ത്രി പദവിയിലെത്തിയ ആദ്യ മലയാളിയുമാണ് പ്രിയങ്ക രാധാകൃഷ്ണൻ. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 125ാം ജന്മവാർഷിക ആഘോഷങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഉന്നതതല സമിതി രൂപീകരിച്ചു. ഇതു സംബന്ധിച്ച ഗസറ്റ് വിജ്ഞാപനം ഇന്ന് പുറത്തിറങ്ങി. 2021 ജനുവരി 23 മുതൽ 1 വർഷം നീണ്ടുനിൽക്കുന്ന അനുസ്മരണത്തിനുള്ള കാര്യപരിപാടികൾ ഉന്നതതല സമിതി തീരുമാനിക്കുമെന്ന് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പശ്ചിമബംഗാളിൽ ബിജെപി സർക്കാർ രൂപീകരിക്കുമെന്ന് ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ. പശ്ചിമബംഗാളിൽ ഏകദിന പര്യടനത്തിനെത്തിയ ബിജെപി ദേശീയ അധ്യക്ഷൻ ഇന്ന് ബർദ്വാൻ ജില്ല സന്ദർശിച്ചു. കൃഷക് സുരക്ഷാ സഭയിൽ പങ്കെടുത്ത അദ്ദേഹം പാർട്ടിയുടെ വീടുതോറുമുള്ള ഭക്ഷ്യധാന്യ ശേഖരണ പരിപാടിക്ക് തുടക്കം കുറിച്ചു. രാധാഗോവിന്ദ് ക്ഷേത്രം സന്ദർശിച്ച ശേഷം ഗ്രാമത്തിലെ ഒരു കർഷക കുടുംബത്തോടൊപ്പമാണ് ശ്രീ നദ്ദ ഉച്ചഭക്ഷണം കഴിച്ചത്. പിന്നീട് ബർദ്വാനിൽ നടന്ന റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ എല്ലാ മേഖലയിലും നാഴികക്കല്ലുകൾ സൃഷ്ടിക്കുകയാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷ് വർദ്ധൻ. വിവിധ സമുദ്രശാസ്ത്ര ഗവേഷണ ദൌത്യങ്ങൾ നടത്താൻ ശാസ്ത്രജ്ഞരെ പ്രാപ്തരാക്കുന്ന സങ്കീർണ പ്ലാറ്റ്ഫോമായ സാഗർ അന്വേഷിക സമർപ്പണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെന്നൈയിലാണ് ചടങ്ങ് നടന്നത്. ആധുനിക ശാസ്ത്രീയ ഉപകരണങ്ങൾ ഉൾക്കൊള്ളുന്ന അന്വേഷിക ആഴക്കടൽ ഗവേഷണത്തിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞരെ സഹായിക്കും. ലോകത്തെ തന്നെ ഏറ്റവും മികച്ച സമുദ്ര ഗവേഷണ ശേഷി ഇന്ത്യയ്ക്കുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. മഹാരാഷ്ട്രയിലെ ഭണ്ഡാര ജില്ലാ ജനറൽ ആശുപത്രിയിലുണ്ടായ വൻ അഗ്നിബാധയിൽ 10 നവജാത ശിശുക്കൾ ശ്വാസം മുട്ടിമരിച്ചു. നവജാത ശിശുരോഗ വിഭാഗത്തിലെ ഐസിയുവിൽ നിന്ന് ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. 1 മുതൽ 3 മാസം വരെ പ്രായമുള്ള കുട്ടികളാണ് മരിച്ചത്. 7 കുട്ടികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. തമിഴ്നാട്ടിൽ അണ്ണാ ഡിഎംകെയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി എടപ്പാടി പളനിസ്വാമിയെ പ്രഖ്യാപിച്ചു. സഖ്യവും സീറ്റ് വിഭജനവും തീരുമാനിക്കാൻ പാർട്ടി കോർഡിനേറ്ററും ഉപമുഖ്യമന്ത്രിയുമായ ഒ പനീർസെൽവത്തെയും ജോയിന്റ് കോർഡിനേറ്ററും മുഖ്യമന്ത്രിയുമായ എടപ്പാടി പളനിസ്വാമിയെയും അധികാരപ്പെടുത്തുന്ന പ്രമേയം അണ്ണാ ഡിഎംകെ ഏകകണ്ഠമായി അംഗീകരിച്ചു. കൊറോണ മഹാമാരി ഇന്ത്യൻ ജനതയെ പഴയ നല്ല ശീലങ്ങളിലേക്ക് തിരിച്ചുപോകാൻ പ്രാപ്തരാക്കിയെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൈകഴുകൽ, കൈകൂപ്പി വന്ദിക്കൽ എന്നിവ കീഴ്വഴക്കങ്ങളായി മാറി. കൂടാതെ ആരോഗ്യ പരിപാലനത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് സാമൂഹിക അകലം, ശുചിത്വം, യോഗ, ആയുർവേദം, പരമ്പരാഗത ഔഷധം എന്നിവയുടെ നന്മയെ നമ്മൾ തിരിച്ചറിയുകയും ചെയ്തുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 2 വിക്കറ്റിന് 103 എന്ന നിലയിൽ. നേരത്തെ 1ാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യ 244 റൺസിന് പുറത്തായിരുന്നു. ഇതോടെ 94 റൺസിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡ് സ്വന്തമാക്കിയ ഓസീസ് മത്സരത്തിൽ മുൻതൂക്കം നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ജനുവരി 16 മുതൽ കോവിഡ് വാക്സിൻ വിതരണം ആരംഭിക്കും. വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി തിങ്കളാഴ്ച ചർച്ച നടത്തും. ഇന്ത്യയുടെ അഭിമാനവും സംസ്കാരവും ഉയർത്തിപ്പിടിക്കാൻ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തണമെന്ന് യുവാക്കളോട് പ്രധാനമന്ത്രി. കേരളത്തിൽ ഇന്ന് 5528 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 5424 പേർക്ക് രോഗമുക്തി. രോഗസ്ഥിരീകരണ നിരക്ക് 9.03%. കേരളത്തിൽ 133 കേന്ദ്രങ്ങളിൽ വാക്സിൻ വിതരണം. ആദ്യം ആരോഗ്യ പ്രവർത്തകർക്ക്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പശ്ചിമബംഗാളിൽ ബിജെപി സർക്കാർ രൂപീകരിക്കുമെന്ന് ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ. സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയയ്ക്ക് 1ാം ഇന്നിംഗ്സ് ലീഡ്.
വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 9 മണിക്ക്.